വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെയായിരിക്കണം എന്ന് വിശുദ്ധ യാക്കോബ് ഓർമ്മിപ്പിക്കുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ് എന്നും യാക്കോബ് 2 അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് പറയുക. വിശ്വാസം അത് വ്യക്തിപരമാണ്. ഓരോ വ്യക്തിയും അനന്യനായിരിക്കുന്നത് പോലെ, മറ്റൊരുവനിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് പോലെ അവൻ്റെ വിശ്വാസവും വ്യത്യസ്തമാണ്, വ്യക്തിപരമാണ്. അപ്പോൾ ഓരോ വ്യക്തിയെയും വ്യത്യസ്തനായ രീതിയിൽ നാം ഓരോരുത്തരും അംഗീകരിക്കുന്നത് പോലെ അവൻ്റെ വിശ്വാസത്തെയും അംഗീകരിക്കണം. അതാണ് സാമാന്യ മര്യാദ. അതിനപ്പുറമുള്ളതെല്ലാം അനാവശ്യമാണ്, അന്യായമാണ്, അതിക്രമമാണ്. എന്നാൽ എൻ്റെ വിശ്വാസം മറ്റൊരാളുടെ വിശ്വാസത്തിന് തടസ്സമാകാൻ പാടില്ല. അത് അവരെന്നെ വളർത്തുന്നതിന് പകരം തളർത്തുകയായിരിക്കും ചെയ്യുക. യഥാർത്ഥമായ വിശ്വാസം ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന സത്പ്രവൃത്തികൾ പുറപ്പെടുവിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്. അതുകൊണ്ടാണ് 16-ാം വാക്യത്തിൽ ശ്ലീഹ പറയുക, ആവശ്യക്കാരന് ആവശ്യമായത് നൽകാതെ ഉപദേശം കൊടുത്ത് മാത്രം അയക്കുന്നത് വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തിയല്ല. വിശ്വാസത്തിന് മാത്രമല്ല, മനുഷ്യത്വത്തിന് പോലും യോജിച്ച പ്രവൃത്തിയല്ല. അതുകൊണ്ടാണ് വിശ്വാസം സജീവമായിരിക്കണമെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ഇവിടെ സ്വന്തം വിശ്വാസം സംരക്ഷിക്കുകയും അവരുടെ വിശ്വാസത്തിൻ്റെ മാതൃകയാകുകയും അവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ച ഭക്ഷണം കഴിക്കുന്നത് മറ്റൊരു സഹോദരന് ഉതപ്പിന് കാരണമാകുന്ന സാഹചര്യത്തിൽ അത് ഉപേക്ഷിക്കാൻ ശ്ലീഹ സന്നദ്ധനാകുന്നത്. അതായത് അവരനെ വിശ്വാസത്തിൽ നിലനിർത്താൻ ഏതൊരു വിശ്വാസിക്കും കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന യാഥാർത്ഥ്യം ഇവിടെ തുറന്നടിക്കുകയാണ്. ഈ ഉത്തരവാദിത്വത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക്, മറ്റൊരുവൻ ഉതപ്പ് കൊടുക്കുന്നവർക്ക് വളരെ വലിയ ശിക്ഷയാണ് കർത്താവ് വിധിക്കുന്നത്. മത്തായി 18:6 അവൻ്റെ കഴുത്തിൽ വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും നല്ലത് എന്നാണ് കർത്താവ് പറയുക. വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത്ര ശക്തമായ, പ്രകോപനപരമായ, നിശിതമായ പ്രവൃത്തികൾ കർത്താവിൽ നിന്ന് വരിക. ഒരു ശക്തമായ പ്രതിക്രിയ ജെറുസലേം ദേവാലയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കാ 19:45 ദേവാലയം കച്ചവടക്കാരെ പുറത്താക്കി വിശദീകരിക്കുന്നത്. ഇന്നത്തെ ലോകത്തിലും ഇതുപോലെ കുറേ മൊത്ത കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അവർ അക്രമവും ഗുണ്ടായുസവും കൊലപാതകവും പീഡനങ്ങളും അപമാനിക്കുന്ന രീതികളുമൊക്കെയാണ് മറ്റുള്ളവർക്കായി മറ്റു മതക്കാരോട്, പ്രത്യേകിച്ച് ക്രിസ്തു മതക്കാരോട് അവലംബിക്കുക. പള്ളികളിൽ കയറുക, തല്ലുക, തെറിവിളിക്കുക, ഭീഷണിപ്പെടുത്തുക, ബോംബിടുക, എന്തെല്ലാം നാടകങ്ങൾ! ഇതെന്ത് മതവിശ്വാസം? മനുഷ്യനെ ദ്രോഹിച്ച്, പീഡിപ്പിച്ച്, കൊന്ന് മതം വളർത്താൻ ശ്രമിക്കുന്നവർ എന്നാണ് മനസ്സിലാക്കുക. അവർ ചെയ്യുന്നത് ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത സത്യമാണ് എന്ന്. ഇതെല്ലാം വിശ്വാസികൾക്ക് ഉതപ്പാണ് എന്നും ഈ ഉതപ്പ് കൊടുക്കുന്നവർക്കുള്ള ശിക്ഷ ദൈവം ഏത് രീതിയിലാണ് വെച്ചിരിക്കുന്നത് എന്നും കാത്തിരുന്ന് കാണണം. കാരണം കർത്താവിൻ്റെ വാക്കുകൾ കൃത്യമാണ്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയരിൽ ഒരുവന് ഉതപ്പ് കൊടുക്കുന്നവന് വലിയ തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തപ്പെടുന്നതാണ് നല്ലത്. അവൻ പറഞ്ഞിട്ടുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. മർക്കോസ് 13:31. അവനിൽ വിശ്വസിക്കാം, ആ വിശ്വാസമനുസരിച്ച് ജീവിക്കാം.